1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയോ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യുന്നതിന് ഒരു നല്ലൊരു സമയമാണിത്. അതുപോലെ തന്നെ തീയിൽ നിന്നും ഇലക്ട്രിസിറ്റിയിൽ നിന്നും പൊള്ളലേറ്റവർക്കാണെങ്കിൽ അവർക്ക് വളരെയധികം ആശ്വാസം കിട്ടി അതിന്റെ കഷ്ടപ്പാടും വേദനകളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ തന്നെ ബുദ്ധിശക്തി നേർവഴിക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് നമുക്ക് ഓരോ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് വളരെയധികം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുന്നു, ഒരു സാമർഥ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്ക് അവർക്ക് വിവാഹം നിശ്ചയം ചിങ്ങമാസത്തിൽ വിവാഹ നിശ്ചയമോ വിവാഹമോ നടത്തുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിലേക്ക് അത്യാവശ്യമായി വാങ്ങേണ്ട ഉപകരണങ്ങളെല്ലാം വാങ്ങുവാനായിട്ട് ഒരു യോഗം കാണുന്നുണ്ട്. നാൽക്കാലികളെ വളർത്തി വ്യാപാരം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ക്ഷീര കർഷകർക്കായിരുന്നാലും വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണിത്. അതുപോലെ മോഷ്ടാക്കളെ കുറിച്ചുള്ള ഒരു ഭയം മാറിക്കിട്ടുന്നു. എന്തെങ്കിലും മോഷ്ടിച്ചപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ഭയം മാറിക്കിട്ടുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകാൻ ഒരു യോഗം ചിലർക്ക് കാണുന്നുണ്ട്. അവർക്ക് വിദേശത്തേക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ സാധിക്കുന്നു. അതല്ല ഇന്ത്യയിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് വിദ്യാ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. അഡ്മിഷൻ കിട്ടാനുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കിട്ടാനുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ കിട്ടാനുള്ള തടസ്സങ്ങളോ ഒക്കെ മാറി അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ മുതിർന്ന തിരുവോണ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് പാഴ് ചെലവുകളും ഒക്കെ അവർക്ക് ധനനഷ്ടവും അവർക്ക് കുറയ്ക്കുവാൻ കണ്ടുപിടിച്ച് വളരെയധികം അവർക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദരത്തിന് ചില അസുഖങ്ങൾ വന്നേക്കാം. വയറ് സംബന്ധിച്ച് വയറ്റിലെ അവയവങ്ങൾ സംബന്ധിച്ചോ ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ മക്കൾക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാം. ഈ സാഹസികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ കാലം അത്ര ഒരു യോജിച്ചതായിട്ട് വരുന്നില്ല. ദുർജനങ്ങളുമായി സംസർഗം നടത്തുന്നത് വഴി കഷ്ടങ്ങളും നഷ്ടങ്ങളും കേസുകളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 7 വയസ്സ് വരെയുള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ഒരുവിധം പ്രയോജനമുള്ള ഒരു കാലയളവാണ്. നല്ല അനുകൂലമായ ഒരു സമയമാണ്. ചില രോഗങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും വലിയ ഗുരുതരമായിട്ട് മാറുന്നില്ല. ഫുഡ് പോയിസൺ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നതിനാൽ അതൊന്ന് ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനും വീട് ലഭിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസം ചേരുന്നതിനും സ്കൂളിൽ ചേരുന്നതിനും തുടർന്ന് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. ബന്ധുക്കൾക്ക് ചില കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അത് ഈ കുട്ടിയെ കൊണ്ടല്ല, അല്ലാതെ മാതാവിന് ചില ദുരിതങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. നാൽക്കാലി വ്യാപാരം നടത്തുന്ന കുട്ടിയുടെ ബന്ധുക്കൾക്ക് ഏറെ ഗുണകരമായ ഒരു സമയമാണ്. സമ്പത്ത് ക്രമേണ വർദ്ധിച്ച് ഐശ്വര്യത്തിലേക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നു. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അത് വിജയം ലഭിക്കുന്നു. അതിർത്തി തർക്കങ്ങൾ മുതലായവയ്ക്ക് പരിഹാരം എന്നേക്കുമായിട്ടുള്ള ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നു. അതുപോലെ ചതിയും വഞ്ചനയും പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർ പ്രതികാര നടപടികളുമായി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ചതിക്കാൻ നോക്കിയേക്കാം. അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അലർജി, ശ്വാസം മുട്ടൽ, കഫത്തിന്റെ ഉപദ്രവം എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ആരംഭത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് വൈദ്യസഹായം തേടുന്നത് ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കും. അച്ഛനും അമ്മയും കൂടി, ഇതിൽ ചില തിരുവോണ നക്ഷത്രക്കാരുടെ അച്ഛനും അമ്മയും കൂടി വഴക്കിട്ട് പിണങ്ങി മാറി താമസിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ചിലർ അവര് തുടർന്ന് ജീവിതം മതിയാക്കി അവർ എന്നേക്കുമായി വേർപിരിഞ്ഞു പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അഗ്നിയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ പൊള്ളലേൽക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. വിദ്യാഭ്യാസം തുടരാൻ സാധിക്കുന്നു. പുണ്യതീർത്ഥങ്ങളില് കുളിക്കുന്നതിനും പുണ്യപ്പെട്ട ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. 14 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. ആദ്യമൊക്കെ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ചില തിരുവോണ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ഉണ്ടാകാമെങ്കിലും പിന്നീട് അത് നേരെയാകാം.
പ്രാർത്ഥന, പൂജ, മറ്റു മതപരമായ കാര്യങ്ങൾക്ക് മുടക്കം വരാൻ സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ അതെല്ലാം മുടക്കം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ഉയർന്ന വിദ്യാഭ്യാസം നേടാനായിട്ട് ഇതിൽ മിക്ക തിരുവോണ നക്ഷത്രക്കാർക്കും യോഗം കാണുന്നുണ്ട്. അതുപോലെ മികച്ച തൊഴിൽ സമ്പാദിക്കുന്നതിന് യോഗമുണ്ട്. ചിലർക്ക് വിദേശത്തെ പഠനമോ വിദേശ ജോലിയോ നേടി അവിടെ സ്ഥിരതാമസമാക്കുന്നതിനും യോഗം കാണുന്നു. ചിലര് ശാസ്ത്രപരമായ മേഖലയിലേക്ക് വേർതിരിഞ്ഞ പഠനം നടത്തി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി നേടുന്നതിന് സാധിക്കുന്നു. സാമ്പത്തികം ഒരുവിധം തന്നെ വളരെ ഒരുവിധം നല്ല ഒരു സ്ഥിതിയിലേക്ക് വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന ഒരു കാലമാണ്. തൊഴിലിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണെങ്കിലും വ്യാപാരം നടത്തുന്നവരാണെങ്കിലും ഗവേഷണ രംഗത്തുള്ളവരായിരുന്നാലും നല്ലൊരു കാലമാണ് അവർക്ക്. ചിലർക്ക് വിവാഹം കഴിക്കേണ്ട ഒരു കാലമാണ്. സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. അന്യരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സഹായം ലഭിക്കുക, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നിങ്ങളെ സഹായിക്കുമോ ഇല്ലേ എന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ധാരാളം ലഭിക്കാം. അതുപോലെ ധനം സമ്പാദിക്കുന്നതിനും അവ നല്ല രീതിയിൽ നിക്ഷേപ പദ്ധതികൾ നിക്ഷേപിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. അംഗീകാരങ്ങളും അവാർഡുകളും വരുന്നൊരു സമയമാണ്. ചിലർ മദ്യപാനികളും ധൂർത്തന്മാരും ആയി മാറുന്നതായിട്ടും വളരെ അപൂർവം ചില തിരുവോണ നക്ഷത്രക്കാരെ കാണുന്നുണ്ട്. ചിലർ നല്ല രീതിയിൽ സമ്പാദിക്കുകയും അവര് ഗവേഷണപരമായി അവര് പല രീതിയിൽ തിരിയുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതിൽ ചിലര് വേറെ ഒരു സാമ്പത്തിക മാർഗങ്ങൾ കൂടി കണ്ടെത്തുന്നതിനും അവർ ശ്രമിക്കുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധിക്കുന്നു. ചെറിയ രീതിയിൽ ശത്രുക്കളുടെ അസൂയാലുക്കളുടെയും ശല്യം ഉണ്ടാകാം. വിലപ്പെട്ട രേഖകളെല്ലാം ഭദ്രമായി സൂക്ഷിക്കുക, അത് വളരെ നല്ലതായിരിക്കും. സ്വന്തം കൈകൊണ്ട് ഭദ്രമായി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ആരെയും ഏൽപ്പിച്ചാൽ അവരെവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അത് കാണാണ്ട് പോവുകയോ സമയത്തിന് കിട്ടാണ്ട് വരികയോ ചെയ്യാം. ചിലർക്ക് അവിചാരിതമായി ചില കേസുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതിലെന്തെങ്കിലും കേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നത് നല്ലതായിരിക്കും. 48 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ആരുമായും വഴക്കിനും വാക്കുതർക്കത്തിനും പോകരുത്. വളരെയധികം നാശങ്ങൾ വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ളവരും ശത്രുക്കളും നിങ്ങളോട് വിരോധം ഉണ്ടായിട്ട് മാറി നിൽക്കുന്നതായിട്ട് കാണാം. ചിലർക്ക് ധനം ധാരാളം സമ്പാദിക്കാൻ സാധിക്കുന്നു. സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് താമസം മാറാനും യോഗം കാണുന്നുണ്ട്. വീട് വാങ്ങാനും വാഹനം വാങ്ങാനും യോഗം കാണുന്നു. ഇണയുടെ അകൽച്ച ഒരു പ്രയാസമുണ്ടാക്കാം. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വാതരോഗം വരുന്നതിനും പലതരം വാതരോഗങ്ങളോട് വരുന്നതിനും പ്രമേഹം എന്നിവ ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ കിടപ്പിലാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. തക്കതായിട്ടുള്ള ചികിത്സ നൽകുന്നത് നല്ലതായിരിക്കും. കിടപ്പിലായാൽ മുതുകിൽ വ്രണം വരുന്നതിനും വളരെ കാലം ആ ഒരു കഷ്ടത അനുഭവിക്കുന്നതിന് ഒരു യോഗം കാണുന്നതിനാൽ കഴിയുന്നതും ആരംഭത്തിലെ തന്നെ ചികിത്സ തേടുന്നത് നല്ലതാണ്. ചിലർക്ക് തൊഴിൽ ചെയ്യുന്നവർക്കും വ്യാപാരം നടത്തുന്നവർക്കും ഈ സമയം അധ്വാനം കുറച്ച് കൂടിയിരിക്കുമെങ്കിലും ധനസമ്പാദനം നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നു. അതുപോലെ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടാനുള്ള ധനം കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം തിരികെ കിട്ടുന്ന ഒരു സമയമാണ്. 67 വയസ്സ് മുതൽ 84 വയസ്സും അതിന് മുകളിലോട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചിലർക്ക് വളരെ തൃപ്തികരമായ ഒരു സമയമാണ്. ധനധാന്യാദികൾ ധാരാളം ലഭിക്കുന്ന ഒരു സമയമാണ്. അതിനൊന്നൊരു കുറവ് വരുന്നില്ല. മനസമാധാനവും സന്തോഷവും ലഭിക്കും. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. ഇവിടെ ഇഷ്ടപ്പെട്ട വാഹനം അവർക്ക് ലഭ്യമാകുന്നതിനും ഈ സമയത്തും യോഗമുണ്ട്. എന്നാൽ ചിലർക്ക് വളരെ മോശം പ്രവൃത്തികളിൽ കൂടി സമ്പാദ്യമെല്ലാം നഷ്ടമാകാനായിട്ടും സാധ്യത കാണുന്നു. ലോട്ടറി ടിക്കറ്റുകൾ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിന് അഡീഷനായി അതിൽ നിന്ന് ധാരാളം നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. ചിലർ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചെന്നിരിക്കും. കേസുകളിൽ വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈശ്വര അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി ജീവിക്കേണ്ട ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു. ചിലർക്ക് ഈ പ്രായത്തിലും നേടിയ വിദ്യ കൊണ്ട് അവർക്ക് ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. ഏത് രംഗത്തായിരുന്നാലും ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളും കൂടി നിങ്ങളുടെ ജന്മദിനാൾ ആഘോഷം, നിങ്ങളുടെ പിറന്നാൾ ആഘോഷം വിപുലമായി നടത്തുന്നതിന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. എല്ലാവരുടെയും ഒത്തുചേരുകൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നു. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ഇനി പറയാനുള്ളത്, ആദിത്യ ഗുരുയോഗം നടക്കുന്നതിനാല് അറിവ് സമ്പാദിക്കാൻ, അതായത് ഇപ്പൊ വലിയ കോഴ്സുകൾ പഠിച്ച്
ഇരിക്കുന്നവർക്കായിരുന്നാലും ചെറിയ കോഴ്സുകൾ ഈ സമയം പഠിക്കാൻ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ ചെറിയ കോഴ്സുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല നല്ല ജോലികൾ ലഭിക്കുന്നതാണ്. അതിനുള്ളൊരു സമയമാണിത്. അതുപോലെ നേതൃത്വ പാഠം, ഒരു രാഷ്ട്രീയക്കാരനാകാൻ, ഒരു നല്ല പൊതുപ്രവർത്തനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തുടക്കം കുറിക്കാനും നല്ല സമയമാണ്. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിക്കേണ്ട ഒരു യോഗമായി നടക്കുന്നതിനാല് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിലാഷം, ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് ആര് എന്തായി തീരണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങേണ്ട ഒരു സമയമാണ്. അതിനുള്ള കാൽവയ്പുകൾ നടത്തുക. ചില വ്യക്തികളെ, ചില നേതാക്കന്മാരെ വളരെ നല്ല നേതാക്കന്മാരൊക്കെ മാറ്റുന്നതിനുള്ള ഒരു കഴിവുണ്ട് യോഗത്തിന്. മികച്ച ധാർമ്മിക ബോധം ഉണ്ടാകുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ദൈവം ഉണ്ടോ എന്നും മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ള ആശയക്കുഴപ്പം ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്നു. ബന്ധുക്കളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കേതു ശുക്രയോഗത്തിനാൽ ബന്ധങ്ങളിൽ മിഥ്യാധാരണ പടർത്തുന്നതിന് സാധിക്കുന്നു. അതായത് പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ വരുന്നു. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പോലും അങ്ങനെ വരുന്നു. ഒരിക്കലും നടക്കാത്ത, യുക്തിപൂർവ്വം ചിന്തിച്ചാൽ 1% പോലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് വളരെയധികം സമയം ചെലവഴിക്കുന്നതായിട്ട് ചിലരെ കാണാൻ സാധിക്കുന്നു, നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ. അതുപോലെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ആത്മീയതയിൽ നിന്നും ഭക്തജനങ്ങൾ അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പുണ്യപ്പെട്ട ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങളും മറ്റും കൊള്ളയടിക്കുന്നതിനും നശിപ്പിക്കപ്പെടുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ചില കപട ആചാര്യന്മാർ മതഗ്രന്ഥങ്ങളെല്ലാം മോശമായി അവര് വ്യാഖ്യാനിക്കുന്നത് കൊണ്ട്, അതായത് ദുർവ്യാഖ്യാനം നടത്തുന്നത് കൊണ്ട് ഭക്തജനങ്ങളിൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. എന്തായിരുന്നാലും ഭക്തജനങ്ങൾക്കൊരു നല്ല ഒരു സമയമല്ല. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.